എറണാകുളത്ത് നടന്ന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കി. NMHS തിരുനാവായ, മാർ ബേസിൽ, കൗതമംഗലം എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഈ സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി വിശദീകരിക്കാമോ? ദീപിക, ഈ സ്കൂൾ കായികമേള, കഴിഞ്ഞ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിലാണ് ഈ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയ സ്കൂളുകൾ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് 3 അംഗ കമ്മീഷനെയൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. ഇപ്പോൾ വാർത്താ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളിനെ അടുത്ത കായികമേളയിൽ നിന്ന്, അതായത് ഒരു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. NMHS തിരുനാവായ, മാർ ബേസിൽ, കോതമംഗലം എന്നീ 2 സ്കൂളുകളെയാണ് വിലക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലാത്ത രീതിയിൽ വേദിയിലും മറ്റും പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളത് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്കൂൾ കായികമേള സമാപന വേദിയിൽ പ്രതിഷേധിച്ച 2 സ്കൂളുകൾക്കും ഒരു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കായികമേള മത്സരത്തിൽ ഈ 2 സ്കൂളിനും മത്സരിക്കാൻ കഴിയില്ല. അതൊരു മുന്നറിയിപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചത്, വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. സമാനമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും എന്തെങ്കിലും തരത്തിൽ ഉള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശരി, രശ്മി കാർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.